വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. വീട്ടിൽ ക്യാരറ്റ് ഇരിപ്പുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുറച്ച് ഹെൽത്തി ആണല്ലോ നമ്മൾ ക്യാരറ്റൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നുണ്ട്. നല്ല സോഫ്റ്റും വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇതിനായിട്ട് ഞാൻ 2 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഈ ക്യാരറ്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇതാ ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കൈയിൻ്റെ അത്ര തന്നെ ഉണ്ട്. ഇത് ഞാൻ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് പ്രഷർ കുക്കറിലിട്ടിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു വിസിലൊക്കെ കുക്ക് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് പോകുന്ന വരെ വെയിറ്റ് ചെയ്യണം. ആ ഒരു വെള്ളമില്ലേ, ആ ഒരു വെള്ളം ഇല്ലാതാണ് നമ്മൾ ക്യാരറ്റ് എടുക്കുന്നത്. ഈ ക്യാരറ്റ് മാത്രം നമുക്ക് മതി. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. വലിയ കോഴിമുട്ടയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ഏലക്കായ ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏലക്കായ ചേർക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/3 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതായത് 1/4 കപ്പിനും കൂടുതലുണ്ട്, എന്നാൽ 1/2 കപ്പ് ഇല്ല താനും. അതുപോലെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. പാല് കയ്യിലില്ലാത്തവർക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സ്പൂണിൽ ഇതുപോലെ കുമിച്ചിട്ടാണ് നമ്മൾ മൈദ എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ 2 നുള്ളു ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒരുപാട് ചൂടുണ്ടാവരുത്. ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇടാനായിട്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം. അരച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് ഉണ്ടാവുക. ഇനി നമുക്കിത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ അടികട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവിൻ നെയ്യാണ്. ഇനി നമുക്കിതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇതിനകത്ത് വറുത്തിട്ടെടുക്കാം. ഒരു 8-10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്യുക. ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്തേക്ക് നമുക്കതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉണങ്ങിയ മുന്തിരി ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഇല്ലേ, അത് തന്നെയാണ്. അതുകൂടെ ഇട്ടിട്ട് നമുക്കിത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. കിസ്മിസ് അണ്ടിപ്പരിപ്പും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ്ചറില്ലേ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ല ചെറുതാക്കി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മിക്സ്ചർ ഒഴിച്ചതിന് ശേഷം ഇത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പാത്രത്തിനെ ഒരു തവയുടെ മേലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് പോളയുടെ അടി കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈവൺ ആയിട്ടുള്ള ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തവയുടെ മേലെ വെക്കുന്നത്. അതിനുശേഷം ഞാനിതാ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഈ പോളയുടെ ഉൾഭാഗം വേവുന്നത് വരെ കുക്ക് ചെയ്തിട്ടെടുക്കാം. പോള വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിലൊക്കെ ഹാർഡായിട്ടിരിക്കും. ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുക, കത്തി എന്തെങ്കിലും. അപ്പോൾ അതിൻ്റെ മേലൊന്നും ഒട്ടാതെ ഈസി ആയിട്ട് കിട്ടും. ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാൻ ഒന്നും കൂടി ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.